ഹലോ അഭിഷേക് ഇന്ന് ഫ്രീ ആണോ? ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അഭിഷേക് PS, അതാണ് എൻ്റെ ഫുൾ നെയിം. ഭാനു വേണമെങ്കിൽ അങ്ങനെ വിളിച്ചോട്ടോ. ഓ ഐ എം റിയലി സോറി, ഞാൻ മറന്നു. അഭിഷേക് എന്ന് വിളിക്കുമ്പോൾ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, അബി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. സോറി ഞാൻ മറന്നോണ്ടാ, എനിക്കിതൊന്നും ശീലമില്ലല്ലോ. അബി ഇന്ന് ഫ്രീ ആണോ? ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എപ്പോ? 10 മണി. 10 മണി ഓക്കെ ആണോ? സ്ഥലം? 2 hours later. ഹായ്. അബി 7 മിനിറ്റ് ലേറ്റ് ആണ്. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ സ്ട്രിക്റ്റ് ആണ്. യു ഷുഡ് ബി പങ്ക്ച്വൽ. അതെ, ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വന്നതല്ല, പ്രേമിക്കാൻ വന്നതാ. പ്രേമത്തിൽ എവിടെയാണ് പങ്ക്ച്വാലിറ്റി ഉള്ളത്? തൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ 7 അല്ല 70 വർഷം വേണമെങ്കിലും താൻ എന്നോട് കാത്തിരിക്കും. അല്ല, ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടിട്ട് ഇവിടെ എന്താ സംഭവിച്ചത് അബി? ഇതൊക്കെ തന്നെ റൊമാൻസിന്റെ ബേസിക്സ് പോലും ബാനുവിന് അറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ബാനുവിനെ ഫോണിൽ വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ചോദിച്ചു, AR റഹ്മാനാണോ ഇളയരാജനാണോ ഇഷ്ടം? എന്നിട്ട് എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. അതുകൊണ്ടോ അല്ല, അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാനു പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ അബി എന്തിനാ അറിയുന്നേ? ശരി, അപ്പം ഞാനതൊന്നും അറിയണ്ട. എഗ്രിമെന്റ് ആണെങ്കിലും നമ്മളിപ്പോൾ കാമുകന്മാരാണ്. ഫോണിൽ വിളിച്ചാൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാമുകി. എനിക്കറിയില്ല അത് എങ്ങനെ വർക്കൗട്ട് ആവുന്നു. ബാനുവിനറിയോ, ലോകം മുഴുവനും കൂർക്കാൻ വലിച്ച് കിടന്നുറങ്ങുമ്പോഴും നേരം വെളുക്കുന്നവരെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഭ്രാന്ത് ഉണ്ടല്ലോ, ആ ഭ്രാന്തിന്റെ പേരാണ് പ്രേമം. ഇത്രയും നേരമൊക്കെ സംസാരിക്കാൻ എന്തെങ്കിലും ടോപ്പിക്ക് വേണ്ടേ? ടോപ്പിക്കാ? ആ, എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ സംസാരിക്കാൻ? പ്രേമിക്കുന്നവർക്ക് പറയാനാണോ കഥകളില്ലാത്തത്? സോറി, ഞാൻ ഇത്തിരി ഇമോഷണൽ ആയിപ്പോയി. ഒരു ടോപ്പിക് ഇല്ലാത്തതൊന്നും പ്രേമത്തിലൊരു വിഷയമേ അല്ല. നമ്മൾ ആദ്യം ഫോൺ എടുക്കും, വിളിക്കും, എന്നിട്ട് ആദ്യം എന്തെടുക്കുക, എന്തെങ്കിലും കഴിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദിക്കും. എന്നിട്ടൊരു ഫ്ലോയിൽ അങ്ങനെ പോകും. കുറേ നേരം സംസാരിക്കുമ്പോൾ ഒരു ടോപ്പിക്ക് തീരും, അപ്പോൾ ഒരു പോസ് വരും. അപ്പം എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. വേറെന്താ? യെസ്, വേറെന്താ, പിന്നെന്താ, പറ, നീ പറ. അങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് അതങ്ങനെ നീണ്ടു പോകും. ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, എന്നാലും ഫോൺ വെക്കാൻ തോന്നില്ല. നമ്മളങ്ങനെ വിളിച്ച് അങ്ങോട്ട് നേരം വിളിക്കും. വല്ലാത്തൊരു ജീവിതം തന്നെ.